ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പുതുഞാറാഴ്ചയുടെ കഴിഞ്ഞ് മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ അവിടെ എന്ത് കേട്ടു എന്നും നോക്കാം ഒന്നും കൂടെ. യേശു തമ്പുരാൻ ശമര്യക്കാരി സ്ത്രീയോട് സംസാരിച്ചത് കണ്ടിട്ട് ശിഷ്യന്മാർ അവിടെ നിന്ന് ആശ്ചര്യപ്പെട്ടു എന്ന് നാം കാണുന്നു. എന്താണ് അതിൻ്റെ കാരണമുണ്ട്. കാരണം അന്ന് കാലങ്ങളിൽ യഹൂദന്മാർ ശമര്യക്കാരുമായി യാതൊരുവിധ സമ്പർക്കവും ഉണ്ടായിരുന്ന കാലമല്ലായിരുന്നു. അതുപോലെ തന്നെ യഹൂദ പുരുഷന്മാർ ശമര്യക്കാരി സ്ത്രീയുമായി സംസാരിക്കുക അല്ലെങ്കിൽ സംവാദിക്കുക ഇതൊന്നും നടന്നു പോകുന്ന കാലമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശമര്യ സ്ത്രീയുമായി യേശു തമ്പുരാൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ യേശു തമ്പുരാന്റെ ശിഷ്യന്മാർക്ക് ആശ്ചര്യം ഉളവായി എന്ന് നമ്മൾ കാണുന്നു. യേശു തമ്പുരാന് നമുക്കിവിടെ കാണാൻ പറ്റും, വലിയവനെന്നോ ചെറിയവനെന്നോ യഹൂദനെന്നോ യവനെന്നോ അഥവാ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും സമനായി ഒരു ഭേദവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്നവനായ യേശു തമ്പുരാനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒന്നിനും വേർതിരിവില്ലാതെ സൗമ്യനായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യേശു തമ്പുരാനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് കാണാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആർക്കെങ്കിലും വായിക്കാം. അത് 31-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ ഇങ്ങനെ പറയുന്നു. ശിഷ്യന്മാർ യേശു തമ്പുരാനോട് പറയുന്നു, ഗുരു വന്നു ഭക്ഷിച്ചാലും എന്ന് പറയുന്നു. അപ്പോൾ കാരണമെന്ത്? യേശു തമ്പുരാൻ കുറേ നേരമായി ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ ശിഷ്യന്മാർക്കറിയാം യേശു തമ്പുരാൻ ഒന്നുമേ കഴിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് യേശു തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു വന്നു ഭക്ഷിച്ചാലും എന്ന് പറയുന്നു. എന്നാൽ യേശു തമ്പുരാൻ മറുപടിയായി എന്ത് കൊടുക്കുന്നു നമുക്ക് കാണാം. യേശു തമ്പുരാൻ പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്നവൻ പറയുന്നു. കാരണം അത് മാത്രമല്ല, എൻ്റെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം. നമ്മളിവിടെ ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ചു കേട്ട് നമ്മളെന്നും വായിക്കുന്നു, പക്ഷെ അതിൽ നിന്നും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ബൈബിൾ വായിക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കടന്നു പോകുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു തമ്പുരാൻ മറുപടിയായി കൊടുത്തത്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം. നമ്മളിവിടെ കാണാം, ആഹാരം നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്, അല്ലേ? നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആഹാരം. മനുഷ്യകുലത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടിയാണ് എൻ്റെ ആഹാരം. അതുപോലെ നമ്മൾ വിശുദ്ധ കുർബാന, നമുക്കൊന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കാം. വിശുദ്ധ കുർബാന എന്താണ്? ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വിശുദ്ധ ഭോജ്യമാണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ എന്താണ്? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന ഭോജ്യം എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മളതിനെ കണക്കാക്കേണ്ട ഈ വിധത്തിൽ ആയിരിക്കണം. നമ്മുടെ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ഡീപ്പായി ചിന്തിക്കാം. ഒന്നാമതായി, യേശു തമ്പുരാൻ മനുഷ്യാവതാരം എടുത്ത് നമ്മോടൊപ്പം വസിച്ചത് ഈ ലോകത്തിന് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി തീരുവാനും ആണെന്നുള്ളതാണ്. അതായത് ലോകത്തിന്റെ ആഹാരം ഞാൻ തന്നെയെന്ന് വെളിപ്പെടുത്തി നമ്മൾ ഇതിൽ കൂടെ. രണ്ടാമതായി നമുക്ക് കാണാം, തീഷ്ണതയോടുകൂടിയുള്ള തൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനം അത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു. ആദാമ്യ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ചിന്ത എന്നുള്ളതായിരുന്നു അവന്റെ പ്രവൃത്തി. അതുപോലെ തന്നെ മനുഷ്യ അവതാരത്തിലൂടെ താൻ ആ പ്രവൃത്തി ചെയ്തിരിക്കുകയായിരുന്നു.
മൂന്നാമതായി തൻ്റെ സമ്പൂർണമായിട്ടുള്ള സമർപ്പണം, തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലുള്ള തൻ്റെ വിധേയത്വം, അതാണ് നമ്മളിവിടെ കാണുന്നത്, അതാണ് ഇവിടെ വെളിവാക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ നമ്മൾ കണ്ടു, തൻ്റെ ജീവനെ മാറ്റിവെക്കുകയാണ് യേശുദമ്പുരാൻ ചെയ്തത്. അതായത് യേശുദമ്പുരാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് ദൈവത്തിന് ഹിതമായി സമർപ്പിച്ചു. നമ്മൾ തൻ്റെ പിതാവ് എന്തായിരുന്നോ തന്നിൽ നിന്ന് ആഗ്രഹിച്ചത് അത് ആ ഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. കർത്താവിൻ്റെ ഹിതങ്ങളെയും അതുപോലെ തന്നെ അവൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തി പദത്തിലൂടെ നമുക്ക് നിവർത്തിക്കപ്പെടേണ്ടത് നമ്മിലൂടെയാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയുള്ള സാക്ഷികളും പ്രചാരകരുമായി തീരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മിലൂടെയാണ് അത് പ്രവർത്തിക്കപ്പെടേണ്ടത്. അതിൻ്റെ മാതൃകളായി നാം തീരണം. ദൈവനാമവസ്തുവിൻ്റെ പൂർത്തീകരണം നമുക്ക് നമ്മളിലൂടെ പ്രാവർത്തികമാക്കാം എന്ന് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. അതെങ്ങനെ? നമുക്ക് നിർജീവരായിട്ടല്ല, നിഷ്ക്രിയരായിട്ടല്ല, പിന്നെയോ സമൂഹത്തിന് സജീവമായ തീഷ്ണതയുള്ള നല്ല ക്രൈസ്തവ സാക്ഷ്യം ജീവിതത്തിൽ സമൂഹത്തിന് പകരുവാൻ നമുക്ക് സാധിക്കണം. അതിൽ കൂടെ വേണം നമ്മുടെ കർത്താവ് പരിമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ പൂർത്തീകരണം നമ്മളിലൂടെ പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നിരൂപണങ്ങൾ, വിചാരങ്ങൾ, പ്രവർത്തന, ശുശ്രൂഷ ജീവിതം, സമർപ്പണം, വിധേയത്വം എല്ലാം സഹായകരമായി തീരണം. പിന്നീട് കർത്താവ് പറയുന്നു, ഇനി നിങ്ങൾ 4 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരും നിങ്ങൾ പറയുന്നു. അതിൻ്റെ അർത്ഥം വിതയ്ക്കും കൊയ്ത്തിനുമിടെ 4 മാസക്കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ വിതച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ കാണണം, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെയാണ് വിതച്ചിരിക്കുന്നത്. അത് കൊയ്യുവാൻ നമുക്ക് 4 മാസക്കാലം വേണമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ തലപോക്കി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്ത് കാണാം? ഇപ്പോൾ തന്നെ കൊയ്ത്തിന് സമയമായിരിക്കുന്നു എന്നാണ്. ദൈവരാജ്യത്തിൻ്റെ വിളവെടുപ്പിന് സമയമായിരിക്കുന്നു എന്നാണ് യേശുദമ്പുരാൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ നമ്മൾ പാകപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭത്തിനെയാണ് യേശുദമ്പുരാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പരാമർശിക്കുന്ന നമുക്ക് കാണാം. ശമര്യക്കാരി സ്ത്രീയുടെ രൂപാന്തരം വന്ന ജീവിതം തന്നെയാണ്. പരിവർത്തനപ്പെട്ട ശമര്യക്കാരി സ്ത്രീ വെള്ളം കൊണ്ടുപോകുവാൻ വേണ്ടി വന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ തിരിച്ച് പട്ടണത്തിലേക്ക് പോയി. അവൾ എന്ത് ചെയ്തു? താൻ കണ്ട സകലരോടും എന്ത് ചെയ്തു? അവർ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. അവൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. നമ്മളത് വായിക്കുന്നുണ്ട്. അവൾ പട്ടണത്തിലേക്ക് തിരിച്ചു ചെന്നു. അവൾ ആവശ്യം നിറവേറ്റിയില്ല. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾ യേശുവിനെ കണ്ടു. അവൻ്റെ മശിഹായെ കണ്ടു. ആ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ വേണ്ടി അവൾ പിന്നെയും പട്ടണത്തിലേക്ക് തിരിച്ചു ചെന്ന് അവൾ പറയുകയാണ്, ഞാൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കും. അതുമാത്രമല്ല, യേശുവിനെ കണ്ടു എന്നുള്ള അതാണ് അവളെ പറയുന്നത്. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? അവളെ ശ്രവിച്ചവരെല്ലാം, അതായത് ശമര്യക്കാരി സ്ത്രീ എത്രത്തോളം വിലയുള്ളതാണ് എന്ന് നമുക്കറിയാം. അവളെ ശ്രവിച്ച ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം എന്ത് ചെയ്തു? യേശുവിനെ കാണുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ആകാംക്ഷയോടെ വരികയാണ്. അതാണ് വിളവെടുപ്പിന്റെ ഭാഗമായി നിലങ്ങൾ. അതാണ് യേശു ക്രിസ്തു അവിടെ സൂചിപ്പിക്കുന്നത്. യേശുദമ്പുരാൻ പറയുന്നു, അതാണ് വിളവെടുപ്പിന് ഭാഗമായ നിലങ്ങൾ. നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കിയില്ല. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ദൈവരാജ്യത്തിന് ആദായപ്പെടുത്തുവാൻ ശിഷ്യന്മാരായ നമുക്ക് ഓരോരുത്തർക്കും ഇതിനു വേണ്ടി സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പാപികളാണ്, നമ്മൾ ദുഷ്ടരാണ്, നമ്മൾ അസൂയരാണ്, നമ്മൾ സകലരും, നമ്മൾ ഓരോ സന്ദർഭം വരുമ്പോഴും നമ്മളെല്ലാവരും മനുഷ്യ ബലഹീന അവസ്ഥയിൽ നിന്നും അവൻ തെറ്റിപ്പാറി അവൻ പിശാചിലേക്ക്, പൈശാചികമായ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ കുശുമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് വിലയിരുത്താനുള്ള ഏറ്റവും ഉദാഹരണമാണ്. കാരണം ശമര്യക്കാരി സ്ത്രീ, ഇത്രയും പാപം നിറഞ്ഞവളായ സ്ത്രീ, അവൾക്ക് മാനസാന്തരപ്പെട്ടു. കാരണം അവൾ യേശുവിനെ കുറിച്ച് കണ്ടു, യേശുവിനെ കുറിച്ച് സാക്ഷിച്ചു. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് ഈ മധ്യാഹ്ന സമയത്ത് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആധുനിക വയൽ പ്രദേശങ്ങളിൽ
സുവിശേഷത്തിന്റെ കർമ്മഭൂമിയിൽ ആത്മാക്കളെ നമുക്ക് നേടുവാൻ നമുക്ക് തീഷ്ണതയുള്ളവരായി നമുക്കൊന്ന് തീരുവാൻ നമുക്കൊന്ന് ഉദ്യമിക്കാം. നമ്മുടെ ഈ ഇടവകളിൽ നിന്നും നമുക്ക് എത്ര ആത്മാക്കളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ ബലഹീനരാണ്, പാപികളാണ്, തീർത്തും സമ്മതിക്കുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി നമുക്ക് എത്രത്തോളം ആക്കി തീർക്കാം. നമ്മൾ ഈ മധ്യാഹ്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ച അനുഗ്രഹമായ ശുശ്രൂഷകൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. നമുക്ക് എങ്ങനെ നമുക്ക് അനുഗ്രഹമാക്കി ആ ശുശ്രൂഷകൾ നമ്മിലൂടെ നിറവേറുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.